തെരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കൂറുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനും ബാധകമാക്കണമെന്ന് സുധീരൻ. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ക്ഷളയത്ത് ഉത്സവത്തിനിടെ യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 7 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായതായി സൂചന. പ്രസിദ്ധമായ പെരുവനം പൂരം ഇന്ന് ആഘോഷിക്കുന്നു. പൂരത്തിനായി പഞ്ചാരി പിറവികൊണ്ട പെരുവനം നടപടിയൊരുങ്ങി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തിരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. പാഴായിപ്പോയ ഗ്യാരണ്ടിയാണ് മോദിയുടേതെന്നും BJP കേരളത്തിൽ പച്ച പിടിക്കില്ലെന്നും VM സുധീരൻ പറഞ്ഞു. പാർലമെന്ററി ജനാധിപത്യം പൂർണ്ണമായി തകർന്നു. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവരെ പാർലമെന്റിൽ നിന്നും പുറത്താക്കുകയാണ്. MP-മാരെ സസ്പെൻഷനിൽ നിർത്തിയാണ് ബില്ലുകൾ പാസാക്കുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും ഇപ്പോൾ കേരളത്തിൽ വന്ന് നിരങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ലെന്നും സുധീരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടികൾക്ക് യാതൊരു വിലയും ജനങ്ങൾ കൽപ്പിക്കില്ല. ഇന്ത്യയെ വിലക്കയറ്റം കൊണ്ട് വീർപ്പ് മുട്ടിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ വിമർശിക്കുന്ന ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്യുക, വിമർശിക്കുന്നവരെ സഭയിൽ നിന്നും പുറത്താക്കുക. പ്രധാനമന്ത്രിയെ വിമർശിച്ചു, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി. MP-മാരെ സസ്പെൻഷൻ നിർത്തിയിട്ടാണ് സുപ്രധാന നിയമങ്ങൾ പാസാക്കിയത്. നരേന്ദ്രമോദിയെ എതിർക്കുന്നുവെന്ന് പറയുന്ന പിണറായി സർക്കാർ മോദിയുടെ മിനി പതിപ്പാണ്. പിണറായി സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയുമുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും സുധീരൻ പറഞ്ഞു. മത്സരം വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണെന്നും ചില സ്ഥാനാർത്ഥികളുടെ പോസ്റ്റിൽ തനി തങ്കം എന്ന് പറഞ്ഞാണ് പോസ്റ്റർ എഴുതിയിരിക്കുന്നതെന്നും അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ചെമ്പാണോ എന്നും K മുരളീധരൻ ചോദിച്ചു. ഇവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികളുടെയൊക്കെ പോസ്റ്ററിൽ തനി തങ്കം തൃശ്ശൂരുകാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റർ അടിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ചെമ്പാണ്. മാത്രമല്ല, കണ്ണൂരിൽ ജനിച്ച പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക. ഇത് ഒരു ടേമോടെ ജയിച്ചാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കണ്ണൂരിൽ ജനിച്ച് കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരിക്കും. കണ്ണൂരുകാരിയായ ആനിരാജ വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി. ഇപ്പോൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അങ്ങനെ ഒരു പാർട്ടിയാണ് തനി തങ്കവും തൃശ്ശൂർ പ്രേമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. അവരോടൊറ്റ കാര്യം പറയാനുള്ളൂ, അവരുടെയൊക്കെ പോസ്റ്ററിൽ പറയുന്ന ആൾ തൃശ്ശൂർ കാണുന്നതിന് മുമ്പ് തൃശ്ശൂർ ജനിച്ച ആളാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് മോദി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ളതാണെന്നും ലീഡറുടെ പേരിൽ 10 വോട്ട് നേടാമെന്ന് BJP-കാർ ആരും കരുതേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. TN പ്രതാപൻ MP അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, ഘടകകക്ഷി നേതാക്കളായ തോമസ് ഉണ്ണിയാടൻ, KR ഗിരിജൻ, PRN നമ്പീശൻ, PM സാദിഖ് അലി, CA റഷീദ്, മറ്റ് UDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കൂറുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനും ബാധകമാക്കണമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂറുമാറ്റം അധാർമികവും തെറ്റായ പ്രവണതയും വഞ്ചനയുമാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കം ഏൽപ്പിക്കുന്നുവെന്നും ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ പങ്കുണ്ടെന്നും സുധീരൻ പറഞ്ഞു. ആ രാഷ്ട്രീയ പാർട്ടികൾ ധാർമ്മികത കൈവിട്ടുകൊണ്ട് അതിൽപ്പെട്ട ഒരാളും അധികാരത്തിന് വേണ്ടി അവസരവാദപരമായി മറ്റ് താല്പര്യങ്ങളെ മുൻനിർത്തി ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് കാലുമാറ്റ നിരോധന നിയമം പാർലമെൻ്ററി രംഗത്തേക്ക് ബാധകമാക്കുന്നത് പോലെ തന്നെ പാർട്ടി രംഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ട, അത് കുറേ കൂടി കുറ്റമറ്റ രീതിയിൽ അത് ആവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്.
ആരു പാർട്ടി മാറുന്നതിലും താൻ വളരെ ദുഃഖിതനാണെന്നും പാർട്ടി മാറിയാൽ നേരെ പോയി സ്ഥാനാർത്ഥിയാകുന്നതിന് പകരം അവിടെ നിശ്ചിത കാലയളവിൽ പ്രവർത്തിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂവെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. LDFും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ തന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് K മുരളീധരൻ. BJP തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. ഭരണവിരുദ്ധ വികാരവും കരുവന്നൂർ വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുമെന്നും TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ അവർക്ക് പരമാവധി കോൺഗ്രസ് വിരോധം കേരളത്തിൽ കത്തിക്കണം. അത് BJPയെ ഭയങ്കരമായി സംതൃപ്തിപ്പെടുത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണ് രാഹുൽ ഗാന്ധിനെയാണ് എതിർക്കുന്നത്. നരേന്ദ്രമോദി എന്നൊരു വാക്ക് ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗങ്ങളിൽ പറയുന്നില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് നരേന്ദ്രമോദി. അത് ഓരോ സ്ഥലത്തും രാഹുൽ ഗാന്ധി കന്യാകുമാരി കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ഭാരത് ന്യായ ജോഡോ യാത്രകൾ ഒരു സ്ഥലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്തെയോ ആരെങ്കിലും രാഹുൽ ഗാന്ധി വിമർശിച്ചിട്ടില്ല. BJPയിലേക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകനും പോകരുത്. മൃദു സമീപനമാണ് BJPയോട് CPMനുള്ളതെന്നും EP ജയരാജൻ BJPയുടെ വക്താവാണെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് രാധിക, സെക്രട്ടറി പോൾ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് കലാമണ്ഡലം ഗോപി. ഫേസ്ബുക്കിലൂടെയാണ് സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി ക്ഷണിച്ചത്. സുരേഷ് ഗോപിയുമായി ഒരു പ്രശ്നവുമില്ല. താനും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ കാലത്തെ സ്നേഹബന്ധമുണ്ട്. സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. എപ്പോഴും സ്വാഗതം. തന്നെ സ്നേഹിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ വരാമെന്ന് കലാമണ്ഡലം ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ചുരളയത്ത് ഉത്സവത്തിന്റെ യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 7 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായതായി സൂചന. ചുരളയം സ്വദേശികളായ ജിനേഷ്, നെബു, കുന്നംകുളം സ്വദേശി ജെറിൻ, കണ്ടാലറിയാവുന്ന 4ഓളം പേർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംഘർഷത്തിൽ ചിറളയം സ്വദേശികളായ ഷൈൻ സി ജോസ്, ലിയോ പി വർഗീസ്, വിപിൻ എന്നിവർക്കും പ്രതികൾക്കും പരിക്കേറ്റിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഘർഷമുണ്ടായത്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ഇരു കൂട്ടരും തമ്മിൽ ചിറളയം പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ അറിയിച്ചു. പ്രസിദ്ധമായ പെരുവനം പൂരം ഇന്ന് ആഘോഷിക്കുന്നു. പൂരത്തിനായ പഞ്ചാരി പിറവിക്കൊണ്ട പെരുവനം നടവഴി ഒരുങ്ങി. 7 ഗജവീരന്മാർ കണ്ടുനിരക്കാവുന്ന രീതിയിലുള്ള ഇടമാണ് പെരുവനം നടവഴി. ഇന്ന് വൈകിട്ട് 4-ന് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ ആദിപൂരം എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ നടവഴിയിൽ നടക്കും. 6:30 നടക്കുന്ന ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കോട്ട് ഇറക്കത്തിന് 7 ഗജവീരന്മാർ അകമ്പടിയാകും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളമുണ്ടാകും. 7-ന് ചാത്തക്കുടം ശാസ്താവിന്റെയും തൊട്ടിപ്പാൾ ഭഗവതിയുടെയും പടിഞ്ഞാറോട്ട് കയറ്റത്തോടുള്ള എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അകമ്പടിയാകും. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളമുണ്ടാകും. രാത്രി 10:30 ആറാട്ടുപുഴ കല്ലോലി മേടക്കുളം ശാസ്താക്കന്മാരുടെ പടിഞ്ഞാറോട്ട് കയറ്റം. 11-ന് ഊരകത്തമ്മ തിരുവടി ചാത്തക്കുടം ശാസ്താവിന്റെ പടിഞ്ഞാറോട്ട് കയറ്റം പെരുവനം തൊടുകുളം പരിസരത്ത് നിന്ന് ആരംഭിക്കും. 12-ന് പെരുവനം ക്ഷേത്ര മതിൽക്കകത്ത് 11 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പിൽ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകും. നാളെ പുലർച്ചെ 4-ന് ചേർപ്പ അയ്യക്കുന്ന ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പ് കിഴക്കേ നടവഴിയിലെത്തും. ആറാട്ടുപുഴ ശാസ്താവും അയ്യക്കുന്ന ഭഗവതിയും ചേർപ്പ ഭഗവതിയും ഒത്ത് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പെരുവനം പൂരത്തിന് പരിസമാപ്തിയാകും. ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ഓരോ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വൃത്തിയാക്കി വീണ്ടും ചുറ്റി തയ്യാറാക്കും. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ, ശശി, കുട്ടപ്പൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുരയിൽ കൈപ്പന്തങ്ങൾ തയ്യാറാക്കുന്നത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തങ്ങളും 18 6 നാഴിപ്പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കിയിരുന്നു. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ്.
ആറനാഴിപ്പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത്. TCV ചേർപ്പ്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ഗതാഗത വകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന അപ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ ആൻഡ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MN പ്രവീൺ, PC തോമസ്, സേവ്യർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഇളനാട് ശാഖയിലേക്ക് CPI ഇളനാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ബാങ്കിന്റെ ഇളനാട് ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ബാങ്കിലെ പിയൂണും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ KK പ്രകാശിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം ചെയ്തു. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം EN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. CPI ഇളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PV വിനു, AN അരവിന്ദാക്ഷൻ, KK രവി, TS മധു തുടങ്ങിയവർ സംസാരിച്ചു. KPSTA വടക്കാഞ്ചേരി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DA ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. ക്ഷാമബത്ത കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് KP സജയൻ അധ്യക്ഷത വഹിച്ചു. KJ ജോബി, KS സുഹൈർ, G ജിതേഷ്, ബിനു, സെബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ പ്രതികൾ പോലീസ് പിടിയിലായി. പാഞ്ഞാൾ സ്വദേശി കുറ്റ്യാൻ മൂച്ചിക്കൽ വീട്ടിൽ അക്ബർ അലി, ഇയാളുടെ സഹായി പാലക്കാട് സ്വദേശി മുസ്ലിയാർ പറമ്പിൽ അബ്ദുള്ളക്കുട്ടി എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച വിളക്കുകളും പാത്രങ്ങളും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI DS ആനന്ദ്, SI സുഭാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നാടൻ പാട്ടും കുതിരവേലയുമായി ശ്രീരാമൻചിറ പാടശേഖരത്തിലെ തണ്ണീർമത്തൻ വിളവെടുപ്പ്. കാൽപതിറ്റാണ്ടോളം തരിശുകിടന്ന അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖരത്തിൽ ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു തണ്ണീർമത്തൻ വിളവെടുപ്പ്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ 2ാം തവണയാണ് ഇവിടെ തണ്ണീർമത്തൻ വിജയകരമായി കൃഷി ചെയ്യുന്നത്. VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും തണ്ണീർമത്തൻ കൃഷിയിൽ 100 മേനി വിജയം. ഒരു 18 ഏക്കറോളം പ്രദേശത്ത് തണ്ണിമത്തൻ, 2 ഏക്കറോളം സ്ഥലത്ത് ഈ മറ്റേ കണിവെള്ളരി, പച്ചക്കറി ഉൾപ്പെടെയുള്ളതും സലാഡ് കുക്കുംബറൊക്കെ നട്ടിട്ടുണ്ട്. പത്മശ്രീ ജേതാവായ കർഷകൻ ചെറുവയിൽ രാമനാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. സംവിധായകൻ സത്യനന്ദിക്കാട്, മന്ത്രിമാരായ P രാജീവ്, K രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ തരിശ് കിടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ അത് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് ഞാനും സുനിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷമുള്ള നിമിഷമാണ്. തണ്ണീർമത്തൻ കൃഷിയിൽ വിജയഗാഥ പഠിക്കാനും ജൈവ കൃഷിയിൽ വിളവെടുത്ത തണ്ണീർമത്തൻ വാങ്ങാനും നിരവധി പേരാണ് ശ്രീരാമൻചിറയിലെത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KP രാജേന്ദ്രൻ, KK വത്സരാജ്, KP സന്ദീപ്, ഷീല വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV അന്തിക്കാട്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ മരണ തിരുനാളോടനുബന്ധിച്ച് നടന്ന വള എഴുന്നള്ളിപ്പുകൾ ഭക്തിസാന്ദ്രമായി. വിവിധ സംഘടനകളുടെയും യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ വള എഴുന്നള്ളിപ്പുകൾ നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. കടവല്ലൂർ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശം സന്ദർശിച്ചു. CCTV ക്യാമറകൾ നിരീക്ഷിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ കൺവെൻഷനും അവാർഡ് ദാനവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 6-ന് PR ശേഷാദ്രി ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ അവാർഡ് ദാനവും ഇതോടൊപ്പം നടക്കും. ജിയോ ജേക്കബ്, PR അനന്തരാമൻ, പത്മകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല മഹോത്സവം ആഘോഷിച്ചു. വടക്കുമുറി, കൊല്ലമാക്ക്, കിഴക്കുമുറി, വാഴക്കോട് വളവ്, വാഴക്കോട് സെന്റർ എന്നീ വിഭാഗക്കാരുടെ വേലകൾ പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കാളവേല, പാക്കനാർവേല, പൂതൻ, തിറ, മറ്റ് വിവിധ ക്ലബ്ബുകളുടെ ശിങ്കാരിമേളം എന്നിവ അരങ്ങേറി.
ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് കഥാകൃത്ത് വൈശാഖിനെ തിരഞ്ഞെടുത്തു. ഡോക്ടർ എൻ ലീലാവതി, കെ പി രാമനുണ്ണി, ഡോക്ടർ പി രശ്മി എന്നിവരടങ്ങുന്നതായിരുന്നു ജഡ്ജിംഗ് കമ്മിറ്റി. ഏപ്രിൽ 2-ന് തൃശൂരിൽ നടക്കുന്ന അനുസ്മരണ യോഗത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഷാജു പുതൂർ, ഫൗണ്ടേഷൻ കൺവീനർ ജനു ഗുരുവായൂർ എന്നിവർ അറിയിച്ചു. തൊഴിലാളി നേതാവായിരുന്ന KVK പണിക്കരുടെ 16ാം അനുസ്മരണം കേരള ലക്ഷ്മി മിൽ പരിസരത്ത് നടന്നു. അനുസ്മരണ യോഗം INTUC നേതാവ് ജോസ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. NN സുബ്രഹ്മണ്യൻ, KV വിദ്യൻ, കലേഷ് ഫ്രാൻസിസ്, അയ്യന്തോൾ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് തുളസി തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മഹല്ലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്ക് ഖത്തർ പൌരനായ നാസർ അൽ ഹവാബി റംസാൻ കിറ്റുകൾ നൽകി. എരുമപ്പെട്ടി മഹല്ല് ഖത്തർ കൂട്ടായ്മ പ്രസിഡന്റ് ഷരീഫ് പാമ്പ്രയിൽ നിന്നും മഹല്ല് പ്രസിഡന്റ് മുത്തലിബ് ഹാജി കിറ്റുകൾ ഏറ്റുവാങ്ങി. ഫിഫ്ത്ത് സ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ K. വേണുവും കാലവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സെമിനാറിൽ പ്രമുഖർ ക്ലാസ് എടുക്കും. I. ഗോപിനാഥ്, സജീവൻ അന്തിക്കാട്, PL ജോമി, VK ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UNA ജില്ലാ സമ്മേളനം വെള്ളിയാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 3-ന് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്യും. UNA ജില്ലാ പ്രസിഡന്റ് ലിഫിൻ ജോൺസൺ, സെക്രട്ടറി ലിജോ കുര്യൻ, ആൻസൺ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാഴാനി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ നിന്ന് വിരമിച്ച തൊഴിലാളികൾക്ക് PF പെൻഷനും ഗ്രാറ്റുവിറ്റിയും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്പിന്നിംഗ് മില്ലിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ മാർച്ച് നടത്തി. PF ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് ജോസ് വളൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, CB ഗീത, ഷീല രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ CMS LP സ്കൂളിൽ ബിരുദദാനം നടന്നു. CMS HSS പ്രിൻസിപ്പൽ AD ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് രഹ്ന സാജിദ് അധ്യക്ഷത വഹിച്ചു. HM M വത്സല, അധ്യാപകരായ K. വിദ്യ, ദീപ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറമനേങ്ങാട് എന്റെ വീട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇഫ്താർ സംഗമം നടത്തി. പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ ഖത്തീബ് സലീം മമ്പാട് ഇഫ്താർ സന്ദേശം നൽകി. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹിമാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KT കമാലുദ്ദീൻ, ഫാദർ ഫ്രാങ്കോ കവലേക്കാട്, കനിവ് സെക്രട്ടറി KT അബ്ദു തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സൽ യോഗ കോൺഷ്യസ് നൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ യോഗ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 23 മുതൽ 27 വരെ സാഹിത്യ അക്കാദമിയിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുക. ജയദേവൻ, TM ബാനർജി, ഹരികൃഷ്ണൻ, ഉണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. ബോൾട്ട് നട്ടുകളുടെ വിപണി കീഴടക്കാൻ ഒല്ലൂരിൽ നിന്നൊരു വനിതാ സംരംഭം കൂടി. ഒല്ലൂരിലെ ആദ്യ വനിതാ നട്ട് ബോൾട്ട് വ്യാപാര സ്ഥാപനമായ വനിതാ ബോൾട്ടോറിയം പ്രവർത്തനം ആരംഭിച്ചു. നട്ട് ബോൾട്ട് സ്ക്രൂ വിഭാഗങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം വൈവിധ്യം നിറഞ്ഞതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് വനിതാ ബോൾട്ടോറിയം ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. വ്യാവസായിക, നിർമ്മാണ, കാർഷിക, ഓട്ടോമൊബൈൽ മേഖലകളിലേക്കുള്ള എല്ലാവിധ നട്ട് ബോൾട്ട് സ്ക്രൂകളും ബോൾട്ടോറിയത്തിൽ ലഭ്യമാണ്. ഒല്ലൂരിന്റെ ചരിത്രത്തിലെ പ്രഥമ വനിതാ നട്ട് ബോൾട്ട് വിപണന സംരംഭത്തിന്റെ സ്ഥാപക സംഗീത ശിവശങ്കരനാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപത്തെ മേലേടത്ത് സ്റ്റീഫൻ കോംപ്ലക്സിൽ ആരംഭിച്ച വനിതാ ബോൾട്ടോറിയം മുൻ MLAയും സംസ്ഥാന ഹൗസിംഗ് ബോർഡ് അംഗവുമായ ഗീതാ ഗോപി, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോലിൻ ജെറീഷ്, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ഷീബ നികേഷ്, ന്യൂമാറ്റിക് ഗ്രൂപ്പ് കോർപ്പറേറ്റ് മാനേജർ ജൂലി സോണി, സംരംഭക സംഗീത ശിവശങ്കരൻ എന്നീ 7 വനിതകൾ ചേർന്നാണ് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഫർണിച്ചർ നിർമ്മാതാവ് മോഹനൻ പെരിഞ്ചേരി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. തൃശൂർ ബോൾട്ടോറിയം ഉടമ ശിവശങ്കരൻ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. TVS, അൺബ്രാക്കോ, STL, APL, പട്ട, ഒമ്നി എന്നീ ലീഡിംഗ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ബൃഹത് ശേഖരവും സ്ഥാപനത്തിൽ സജ്ജമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പിൽ കേരളം UDF തൂത്തുവാരുമെന്ന മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കൂറുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനും ബാധകമാക്കണമെന്ന് സുധീരൻ. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.
ഷിറായിത്ത് ഉത്സവത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 7 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായതായി സൂചന. പ്രസിദ്ധമായ പെരുവനം പൂരം ഇന്ന് ആഘോഷിക്കുന്നു. പൂരത്തിനായി പഞ്ചാരി പിറവി കൊണ്ട പെരുവനം നടവഴി ഒരുങ്ങി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.